ഈ പാതിരാത്രി പിന്നെ ഇത്ര സന്തോഷത്തിൽ ബാക്ക് ചെയ്തിട്ട് ഇത് എങ്ങോട്ടാന്നല്ലേ? ഞാനൊരു യാത്ര പോവാണ്. സോറി, ഞാനല്ല, ഞങ്ങളൊരു യാത്ര പോവാണ്. കാരണം ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എന്റെ നാട്ടിലെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് നേരെ നാട്ടിലേക്ക്. ഇനി അവിടെ നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അങ്ങനെ വെളുപ്പിന് ഒരു 3 നാട്ടിലെത്തി. പിന്നെ ഒരു ക്വിക്ക് നാപ്പ് എടുത്ത് അപ്പോഴേക്കും പോകാൻ റെഡി. അങ്ങനെ അമ്മയുടെ യാത്രക്ക് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞാൻ ചെല്ലുമ്പോഴേക്കും ബാക്കി എല്ലാവരും എത്തിയിരുന്നു. ഞാനായിരുന്നു ലാസ്റ്റ്. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞു യാത്ര ഇവിടെ തുടങ്ങായി. ഞങ്ങളിത് എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞില്ലല്ലോ. വേറെ എവിടേക്കല്ല, കേരളത്തിൽ കശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂർക്കാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ അങ്കമാലത്തെപ്പോ ഒരു ചായ കുടിക്കാൻ നിർത്തി. അങ്ങനെ ചായ കുടിച്ച് കുറെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ വീണ്ടും തുടങ്ങി ഞങ്ങളുടെ യാത്ര. ശരിക്കും പറയുകയാണെങ്കിൽ കുറെ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ അവരോട് യാത്ര പോകുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പലപ്പോഴും ലീവ് കിട്ടാറില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തി. ബാക്കി എല്ലാവരും മസാല ദോശ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് നെയ് റോസ്റ്റ് ആണ്. സത്യം പറയാലോ, കുറെ നാൾക്ക് ശേഷമാണ് നെയ്യിലെ നെയ് റോസ്റ്റിന് കിട്ടിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചറിയപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടില്ല ഈ കുളം ശ്രദ്ധപ്പെട്ടത്. പിന്നെ അവിടെ മീനൊക്കെ നോക്കി കുറച്ചേരം അവിടെ നിന്നു. പിന്നെ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഉച്ചയോട് കൂടി ഞങ്ങൾ മൂന്നാറിലെത്തി. ആ പച്ചപ്പാർന്ന മലനിരകളും പിന്നെ തണുത്ത കാറ്റും ശരിക്കും മനസ്സിന് കുളിർമയുന്നതായിരുന്നു. പിന്നെ ഉച്ചയായപ്പോ വഴി കണ്ടൊരു ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കാൻ ഇറങ്ങി. എല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്ത് കൂടെ മുട്ടയും കിട്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് 2 മണിയോട് കൂടി ഞങ്ങൾ കാന്തല്ലൂരെത്തി. ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ കേട്ടൻഷനുള്ള കാര്യമായിരുന്നു ഞങ്ങളുടെ സ്റ്റേയുടെ പറ്റിയിട്ട്. കാരണം ഞങ്ങൾ ബാച്ചിലേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ആരും ശരിയില്ലാത്ത ഫുൾ പ്രൈവസിയുള്ള പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അധികം ടെൻഷൻ അടിക്കണമെന്നില്ല. കാരണം cloudbird.com വഴി ഞങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി കിട്ടി. അതും ഞങ്ങൾ വിചാരിച്ചതിലപ്പുറം ഒരു കാടിനുള്ളിൽ ഫുൾ പ്രൈവസി ആയിട്ടുള്ള പ്രോപ്പർട്ടി. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവർ വെബ് പേജ് ആയിട്ടുള്ള cloudbird.com അല്ലെങ്കിൽ താഴെക്കാട് നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രോപ്പർട്ടിയിലെത്തി. ഇങ്ങോട്ടാരും കയറില്ലല്ലേ? ഹെൽപ്പോഴുണ്ട്. എന്താണ് അടിയും ഇങ്ങോട്ട് കയറി വന്നു. ആ സ്റ്റെപ്പ് കയറി വന്നപ്പോഴേക്കും എല്ലാവരും ഫ്ലാറ്റായി. ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.